അവധിക്കാലത്ത് ബോറടിച്ചിരുന്നപ്പോഴാണ് ഓർമ്മ വന്ന ഇവിടെ അടുത്ത് പല്ലാവൂര് വാമല എന്ന് പറഞ്ഞ മലയിലങ്ങ് കയറിപ്പോയായിരുന്നു. അപ്പം പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അവിടേക്ക് നല്ലൊരു നീണ്ട യാത്രയായിരുന്നു അത്. തുടക്കത്തിൽ തന്നെ കുറച്ച് ബോറടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ ആ യാത്ര അങ്ങ് കുറച്ച് നിർത്തിയപ്പോഴത്തേക്ക് നല്ല സുഖമായിരുന്നു. നല്ല പാടങ്ങൾ, നല്ല സ്ഥലങ്ങൾ, ഇടയ്ക്കൊക്കെ നല്ല തണുത്ത കാറ്റും വട്ടം അടിക്കുമ്പോൾ ഒരു ഫീലിങ് വരും. മോനെ അതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനം നമ്മളെ സ്പോട്ടൊക്കെ എത്തിയപ്പോൾ നല്ലൊരു സന്തോഷം അങ്ങ് വന്ന് അവിടുത്തെ ആ നല്ല തണുത്തായിട്ട്, ആ മലമ്പ്രദേശത്ത് നല്ലൊരു തണുത്തായിട്ട് നന്നായിട്ട് അങ്ങ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് നടന്ന് മതിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആ മലയും കയറാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സ്ഥലം. ഇവിടെ പാലക്കാട് നിന്ന് ഒരു 30-34 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം സമാധാനമായിട്ട്, അത്ര ആൾക്കൂട്ടമൊന്നും ഇല്ലാത്ത, ഇങ്ങനെ ആൾക്കൂട്ടം ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അത്രയ്ക്ക് നോർമലായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കുറേ ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് അതിനൊക്കെ നന്നായിട്ട് അവാർഡും കൂടി കിട്ടിയൊരു സിനിമയൊക്കെ ഉള്ള സ്ഥലമാണ് ഹൃദയം. അതുപോലത്തെ കുറേ സിനിമകൾ, എന്തിനേറെ സർവമ്മയുടെ 1-2 സീനി വരെയുണ്ട് ഈ സ്ഥലം. അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, മച്ചാന്മാരെ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കത്തിക്കയറി അങ്ങ് വാ, അടിച്ചു കയറി വാന്ന് നമുക്കിവിടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് കൂടാന്ന്, എല്ലാവരും കൂടി അങ്ങ് ആസ്വദിക്കുക ഈ വെക്കേഷൻ. ചൂടാന്നറിയാം. ഒരു ഗായ്സ് നിങ്ങളൊരു 4:30 ആകുമ്പോൾ അവിടെ എത്തിയിരിക്കണം. പിന്നെ 4:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലം തുറക്കും. അതുവരെ നിങ്ങൾക്ക് ആ സ്ഥലം ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ തണുത്ത കാറ്റെ കൊണ്ടങ്ങ് സുഖമായിട്ടങ്ങ് ഇരിക്കുക. പിന്നെ ഈ ആൾക്കാർ കൂടുതലായിട്ടും വരുന്ന സമയം എന്ന് പറയുന്ന ഒരു 5 മണി 5:30 ആകുമ്പോഴാണ്. സോ നിങ്ങൾക്ക് 4:30 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എല്ലാ സ്ഥലവും കണ്ട് അങ്ങ് ആസ്വദിച്ചു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പല്ലാവൂര് വാമലയിലാണ്. അത്യാവശ്യം നല്ല ട്രെക്കിങ്ങും അതുപോലത്തെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഇത് കയറുന്ന അത്ര എളുപ്പമല്ല. സോ ശ്വാസം മുട്ടുള്ളവർ അത്രയും കയറാൻ ട്രൈ ചെയ്യരുത്.